വിനോദ് ഖത്തർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദി അറേബ്യയിലെ റിയാദിലെ കിങ് ഖാലിദ് എയർപോർട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന ചില മാറ്റങ്ങളെ കുറിച്ച് അറിയുന്നവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം, അറിയാത്തവർക്ക് ഈ വീഡിയോ കാണാം. കാരണം എല്ലാം വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നാട്ടിൽ പോകാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പണ്ട് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് റിയാദിലെ കിങ് ഖാലിദ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതെ, അല്ല, ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ വരുന്നതും പോകുന്നതും, അതായത് മുകളിലെ ഡിപ്പാർച്ചറും താഴെ അറൈവൽ. പണ്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഫ്ലൈറ്റുകളിലെ മൊത്തം ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ മൊത്തം മാറ്റി അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിലെ എയർപോർട്ടിലേക്ക് ആക്കി. അതായത് മുൻപുണ്ടായിരുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളുടെ എയർപോർട്ട് അതിപ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ടാക്കി മാറ്റി. അതായത് നമ്മൾ ഫസ്റ്റ് കാണുന്ന എയർപോർട്ടാണ് ഇപ്പോൾ ടെർമിനൽ 5 എയർപോർട്ട്. ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ വരുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ, പിന്നെ ബംഗ്ലാദേശ്, എമിറേറ്റ്സ്, ഖത്തർ, ഇങ്ങനെയുള്ള മറ്റു രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളിലെയും ഫ്ലൈറ്റുകൾ വരുന്നതും പോകുന്നതും ഇപ്പോൾ ടെർമിനൽ 5 എന്നാണ്. അതായത് പഴയ ഡൊമസ്റ്റിക് എയർപോർട്ട് അതിപ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ട്. അതാണ് മാറ്റം. അവിടെ നിന്നാണ് പോകുന്നതും വരുന്നതൊക്കെ. ഇപ്പം ഞാൻ പ്രത്യേകം പറയാണ്, സൗദി രാജ്യത്തിൻ്റെ ഒഴികെയുള്ള മറ്റ് എല്ലാ ഫ്ലൈറ്റുകളും, സൗദി രാജ്യത്തിൻ്റെ എല്ലാ സൗദി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എല്ലാം മറ്റുള്ള കൺട്രികളിലെ ഫ്ലൈറ്റുകൾ മൊത്തം പോകുന്നതും വരുന്നതും ഇപ്പോൾ ടെർമിനൽ 5 എന്നാണ്. അതൊരു എയർപോർട്ടാണ്. അവിടേക്കാണ് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് നേരെ ഇനിയിപ്പോൾ ആ എയർപോർട്ടിലേക്കാണ് പോയാൽ മതി. ഇനിയിപ്പോൾ ആരെങ്കിലും കൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് പിക്ക് ചെയ്യാനോ വേണ്ടിയിട്ടോ ഡ്രോപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടോ ഈ ടെർമിനൽ 5 പോവുക. വേറൊരു മാറ്റവും അവിടെ ഇല്ല, ഒരു സംശയവും ഇല്ല. കാരണം ഒരുപാട് പേർക്ക് സംശയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എത്രയും വിശദമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റിൽ നിങ്ങളെ ടെർമിനൽ ഏതാണെന്ന് കാണിച്ചിട്ടുണ്ടാവും. ഇതിൽ ടെർമിനൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളാണ്, അതായത് സൗദിയുടെ ഫ്ലൈറ്റുകളല്ല. ഇപ്പോൾ ഫ്ലൈനാസും സൗദി എയർലൈൻസിന്റെ ഫ്ലൈറ്റും വരുന്നത് നമ്മുടെ പഴയ എയർപോർട്ടിലാണ്. അത് മാറരുത്, അത് ഞാൻ പറയാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട, അത് വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. പുതിയ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 5, അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പഴയ ഇന്റർനാഷണൽ എയർപോർട്ട് കിങ് ഖാലിദ് എയർപോർട്ട് ടെർമിനൽ 1, 2, 3, 4 അവിടേക്ക് പോകണം എന്നുള്ളവർ, അതായത് വഴി തെറ്റിവരും, നിങ്ങൾക്കിപ്പോൾ റിയാദ് എയറിനോ അല്ലെങ്കിൽ ഫ്ലൈനാസിനോ സൗദി എയർലൈൻസിനൊക്കെ പോകേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വഴി തെറ്റിക്കഴിഞ്ഞാൽ ഈ ടെർമിനൽ 5 നിന്നും ഇതാ ഇങ്ങനെ നേരെ പോവുക. അതിൻ്റെ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു യൂട്ടേൺ കിട്ടും. ഈ യൂട്ടേൺ, ഇവിടെ ഈ യൂട്ടേൺ തിരിയുക, അതായത് ടെർമിനൽ 5 നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്ടേൺ കിട്ടും. ഈ യൂട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് കാണുന്ന ഒരു റോഡുണ്ട്, അവിടേക്ക് തിരിയരുത്. അവിടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പാർക്കിങ്ങിന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നേരെ തന്നെ ഇപ്പോൾ ഈ വാഹനം പോകുന്ന പോലെ തന്നെ നേരെ പോവുക. നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഹൈവേക്ക് ടച്ച് ആവും. ഹൈവേക്ക് ടച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ പഴയ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് ടെർമിനൽ 1, 2, 3, 4 അവിടേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അവിടെയാണ് ഫ്ലൈനാസ്, അതേപോലെ സൗദി എയർലൈൻസ്, റിയാദ് എയർ, ഫ്ലൈഡീൽ ഇതൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മുടെ പഴയ ഇന്റർനാഷണൽ കിങ് ഖാലിദ് എയർപോർട്ടിന്റെ ഇനി നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഡിപ്പാർച്ചറിലേക്കാണ്. അതായത് ഡിപ്പാർച്ചർ കിങ് ഖാലിദ് എയർപോർട്ടിലെ ഡിപ്പാർച്ചർ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വലതുവശത്തൊരു ബോർഡ് കാണാം. ഫസ്റ്റ് നാഷണൽ ഫ്ലൈറ്റ് 1, 2 ടെർമിനൽ 1, 2 എന്നുണ്ടാവും. താഴെ 3, 4 ഉണ്ടാവും. അത് ഗ്രീൻ കളറാവും. 1, 2 എന്നുള്ളത് റെഡ് കളറാവും. അതിന്റെ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കയറി ചെന്നു, ഡിപ്പാർച്ചറിൽ ചെന്ന് കഴിഞ്ഞാൽ റോഡിലൊരു പച്ച കളർ അടിച്ചിട്ടുണ്ടാവും, മൊത്തം ഒരു പെയിന്റ്. അവിടെ അങ്ങനെ പച്ച കളറിൽ ടാക്സിമുള്ള ലിമോസിൻ നിർത്തിയിട്ടുണ്ടാവും. അത് ലിമോസിൻ നിർത്താൻ വേണ്ടിയിട്ടുള്ള ലൈനല്ല, അത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ എന്നുള്ള സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളം ആ പച്ച കളർ. ആ പില്ലറിൽ ഉണ്ടാവും. ഏതൊക്കെ ഈ നാഷണൽ ഫ്ലൈറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സൗദിയ, പിന്നെ ഫ്ലൈഡീൽ, റിയാദ് എയർ, ഫ്ലൈനാസ്, ഇതൊക്കെ നാഷണൽ ഫ്ലൈറ്റുകൾ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളാണ് ഈ പച്ച. ഇനി ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ആണ് വരുന്നത് സൗദിയുടെ തന്നെ സൗദി എയർലൈൻസ്, ഫ്ലൈനാസ്, അത് ഏതായിക്കോട്ടെ. ഒരു ഇന്റർനാഷണൽ കാണിക്കുന്നതിനാണ് റെഡ് കളർ. അത് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് കളർ, റോഡിൽ റെഡ് കളർ പെയിന്റ് അടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പെയിന്റ് ഒക്കെ പോയി തുടങ്ങിയിരിക്കുന്നത്, എന്നാലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡിപ്പാർച്ചറാണ്
മേൽഭാഗത്ത് കാണിക്കുന്ന ഈ റെഡ് കളറിലുള്ള 1ഉം 2 ടെർമിനൽ. ഡൊമസ്റ്റിക് വരുന്നത് 3ഉം 4ഉം. അബഹ, ജിദ്ദ, ദമാം നിങ്ങളുടെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ഫ്ലൈറ്റുകൾ ഉണ്ടാവുമല്ലോ, ഡൊമസ്റ്റിക് ഫുഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കയറി ചെല്ലുന്നിടത്ത് എല്ലാ സ്ഥലത്തും പഴയ പോലെയുള്ള സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളെ ടെർമിനൽ, ഫ്ലൈറ്റിന്റെ നമ്പർ എല്ലാം കാണിക്കുന്നുണ്ട്. മുൻപ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിന്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വലിയ ഒരു LED ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതല്ല, ഇപ്പോൾ പുറത്ത് എല്ലാ പില്ലറിന്റെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചില യാത്രക്കാർക്ക് ടെർമിനൽ 5 നിന്ന് ചിലപ്പോൾ ടെർമിനൽ 3ലേക്കും 4ലേക്കും വരുന്നവരുണ്ടാവും. അവർക്ക് ഷട്ടിൽ ബസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഷട്ടിൽ ബസ്സാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ കമൻറ്റ് വഴി നിങ്ങൾക്ക് എഴുതി സംശയങ്ങൾ ചോദിക്കാം, ഞാൻ അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജേണി. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് ഗത്തേൽ.